കൈവിടാതെ നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാകുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ലൈറ്റ് ഓഫ് സാൽവേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു പേരാണ് വിശ്വാസ ജീവിതം. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും മുൻപിലേക്ക് പോകുന്നതും അത് പൂർത്തിയാകുന്നതും വിശ്വാസത്താലാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ് നാം നിലനിൽക്കുന്നത്. നാം അന്ത്യത്തോളം യാത്ര ചെയ്യുന്നതും ക്രിസ്തുയേശുവിലുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും അത്രേ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനേകം ഭക്തന്മാരെ ദൈവം നമുക്ക് ഉദാഹരണമായി നൽകിയിരിക്കുന്നു. അപ്രകാരമുള്ള ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എപ്രകാരമായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അപ്രകാരമുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചത് എന്ന് നമുക്ക് നോക്കാം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം അത് എപ്രകാരം ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഈ വേദഭാഗം നമ്മെ സഹായിക്കും. നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻകാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാക്കുന്നു. ഇത് ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് അത് വളരെ ചെറിയ പുസ്തകം എങ്കിലും അത് പ്രവാചകനോട് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. ഒരു പ്രവചന ശബ്ദം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധവും ആ ബന്ധത്തിൽ നിന്നുള്ള ഒരു സംഭാഷണവുമായി നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. ഈ പ്രവചന പുസ്തകം എഴുതിയിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം വിശ്വസ്തന്മാരായ ദൈവ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഹബക്കൂക്കിനെ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ തൻ്റെ സമകാലീനന്മാരായിരുന്ന ഒട്ടനവധി ഭക്തന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി ഒരു ദേശത്തിൽ മുഴുവനായി ദൈവം അയക്കുവാനായി ഒരുങ്ങുമ്പോൾ, ഒരു ദേശം മുഴുവനായി അനീതിയിലും അക്രമത്തിലും പാപത്തിലും ആണ്ട് ജീവിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദത്തെ അയക്കുന്നു. നാം വായിച്ചു കേട്ട വേദഭാഗം ഹബക്കൂക്കിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്നാൽ അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത അനുഭവം അല്ലെങ്കിൽ അവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ഷണ്ഠ ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ഇവിടെ പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവിടെ കവർച്ചയെക്കുറിച്ച് പറയുന്നു, അക്രമത്തെക്കുറിച്ച് പറയുന്നു, സാഹസത്തെക്കുറിച്ച് പറയുന്നു, അനീതിയെക്കുറിച്ച് പറയുന്നു. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അത് കാണുമ്പോൾ ഹൃദയത്തിലെ വേദനയോടുകൂടെ ഒരു പ്രവാചകന് ദൈവത്തോടുള്ള സംഭാഷണമാണിത്. പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക: ദൈവമേ, എത്രത്തോളം ഞാൻ നിന്റെ സന്നിധിയിൽ അയ്യം വിളിക്കേണ്ടി വരും? എത്രത്തോളം ഞാനിങ്ങനെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളെ കഴിക്കേണ്ടി വരും? എന്നാൽ ഒരു പ്രാർത്ഥനകൾക്കും നീ മറുപടി നൽകുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനുള്ള കാരണം എൻ്റെ മുൻപിൽ കവർച്ചയും സാഹസവും അക്രമവും അനീതിയും പാപവും പെരുകി വരുന്നു. ദേശത്തെങ്ങും ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. യഹൂദന് ദൈവം കൊടുത്ത ന്യായ സംഹിതയാണ് ന്യായപ്രമാണം. ഒരു യഹൂദനെ പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കണമെന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്നതാണ് ന്യായപ്രമാണം. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുക: ദൈവമേ, അങ്ങയുടെ ജനത്തിന് നൽകിയിരിക്കുന്ന ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ദേശത്തെങ്ങും ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. എങ്കിലും അങ്ങ് എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? പ്രവാചകൻ ദൈവത്തോട് സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലെയാ.
പ്രവാചകൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ ഹൃദയത്തിലെ ഭാരത്തെ, തൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ, വ്യാകുലങ്ങളെ ദൈവത്തോട് ചോദിക്കുക. കാരണം അന്ന് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയി. ദേശത്തെങ്ങും അനീതിയും അക്രമവും പാപവും ഉണ്ട്. അത് കാണുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന ഉളവായി വരുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ദേശത്തെങ്ങും അനീതിയും അക്രമവും പാപവും വരുന്നു, എങ്കിലും അങ്ങ് എന്തുകൊണ്ടേ മൗനമായിരിക്കുന്നു? കാരണം അങ്ങ് നീതിമാനാകുന്ന ദൈവം. അങ്ങയുടെ കണ്ണുകൾ ഒരിക്കലും പാപത്തെ കണ്ട് രസിക്കുന്നില്ല. അങ്ങയ്ക്ക് പാപത്തെ ഒരു നാളും സഹിക്കുവാൻ കഴിയുകയില്ല. എന്നിട്ടും അപ്പ എന്തുകൊണ്ട് അങ്ങ് അങ്ങയുടെ സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ പാപം വന്നിട്ടും മൗനമായിരിക്കുന്നു? അത് കേൾക്കുമ്പോൾ ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നു. ദൈവം അവനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ യഹൂദന്റെ പാപം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ പാപം ഒരിക്കലും ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. നമുക്കത് കാണുവാൻ കഴിയും. 5-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാ പറയുന്നത്: ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയുമില്ല. പ്രവാചകനോട് പറയുക, നീ ചെയ്യേണ്ടുന്നത് ഇസ്രായേൽ ജനത്തിൽ നിന്ന് കണ്ണുകളെ എടുക്കുക. അതിനുശേഷം നീ ജാതികളുടെ ഇടയിലേക്കൊന്ന് നോക്കുക. ഞാൻ നിന്നോട് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നീ വിസ്മയിച്ചു പോകും, നിനക്ക് വിശ്വസിപ്പാൻ കഴിയുകയില്ല. തുടർന്ന് വീണ്ടും ദൈവം പറയുക, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലായ വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലങ്ങളിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളേക്കാൾ വേഗതയുള്ളതും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ. ഇവിടെ ഒന്നിനു പുറകെ ഒന്നായി ആ കൽദയർ, അതായത് ബാബിലോണിയക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, അങ്ങയുടെ ജനം പാപം ചെയ്തിട്ടും എന്തുകൊണ്ട് അങ്ങ് മൗനമായിരിക്കുന്നു? അതിന് മറുപടിയായി ദൈവം പറയുന്നത്, ഭൂമണ്ഡലത്തിൽ അന്ന് കണ്ടതിൽ വച്ച് ഏറ്റവും ദുഷ്ടത നിറഞ്ഞ ജാതിയായിരുന്നു കൽദയർ അഥവാ ബാബിലോണിയക്കാർ. ദൈവം പറയുന്നു, ഞാൻ കൽദയരെ ഉണർത്തും. അവരുടെ ബലവും അവരുടെ ആശ്രയവും അവരുടെ സ്വന്തം ബലമാണ്, അവരുടെ സ്വന്തം കഴിവുകളാണ്. അവരുടെ കുതിരകൾ എന്ന് പറയുന്നത് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുള്ളത്. അവിടെ പ്രവാചകനോട് ദൈവം പറയുന്നത്, അത്രയും ദുഷ്ടതയും കാഠിന്യവും നികൃഷ്ടരുമായ ആ ജനത്തെ ദൈവം ഉണർത്തി തൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ ആക്രമിക്കുവാനായി ഇത് അയക്കുവാൻ പോകുന്നു. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനാകുന്ന ദൈവം. അവന് ഒരു നാളും പാപത്തെ സഹിക്കുവാൻ കഴിയുകയില്ല. പാപത്തെ നോക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. എന്നാൽ ദൈവം പാപിയെ സ്നേഹിക്കുന്ന ദൈവം അത്രേ. കൽദയർ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിൽ അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും ക്രൂരരായ ജനം. അവർ മറ്റ് ദേശത്തിലൊക്കെയും സഞ്ചരിച്ച് ദേശങ്ങളെയും രാജ്യങ്ങളെയും കൊള്ളയിട്ട് അവിടുത്തെ മനുഷ്യരെ ഏറ്റവും നികൃഷ്ടമായി കൊന്നുകളഞ്ഞ് ദേശത്തിന്റെ സമ്പത്തൊക്കെയും അവർ കൈവശമാക്കിക്കൊണ്ടേയിരുന്നു. ദൈവം പറയുക, പ്രവാചക നീ കേൾക്കണം, ഹബക്കൂക്കേ നീ കേൾക്കണം. ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഈ കൽദയരെ ഉണർത്തുവാൻ പോകുന്നു. ആ കൽദയരെ ഉണർത്തി എൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിന് നേരെ ഞാൻ അയക്കുവാൻ പോകുന്നു. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, എൻ്റെ ജനമാകുന്ന ഇസ്രായേലിൻ്റെ പാപത്തിന് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി. നമ്മുടെ ജീവിതങ്ങളെ നാം എടുത്തു നോക്കുന്നു എങ്കിൽ, നമ്മുടെ ദേശങ്ങളെ നാം എടുത്തു നോക്കുന്നുവെങ്കിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവജനത്തിന്റെ ജീവിതത്തിൽ സഭകളുടെ മേൽ ദുഷ്ടൻ വാഴുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവജനത്തിന്റെ മേൽ, ദൈവജനത്തിന്റെ ഇടയിൽ, സഭകളിൽ പാപം പെരുകി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അവിടെ വെളിപ്പെട്ടു വരുന്നു. എവിടെയാണോ പാപം പെരുകുന്നത് അവിടെ ദൈവത്തിന്റെ ന്യായവിധിയെ നമുക്ക് കാണുവാൻ കഴിയും. അധിക കാലം ഒരിക്കലും ദൈവം പാപത്തെ സഹിച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയില്ല. പ്രത്യേകിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ ദൈവം പാപം സഹിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. ദൈവത്തിന്റെ കോപം അവിടെ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കൃപയുടെ യുഗമാണ്. കൃപായുഗത്തിൽ ദൈവം നോക്കുന്നത് അധികം ക്ഷമയോടുകൂടെയാണ്. ഒത്തിരി അവസരങ്ങൾ ദൈവജനത്തിന് ദൈവം നൽകുന്നു. ഒത്തിരി അവസരങ്ങൾ ലോകജനത്തിന് ദൈവം നൽകുന്നു, ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ. എന്നാൽ അധിക കാലം ഈ കൃപ നിൽക്കുകയില്ല. ഈ കൃപായുഗം അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഈ ലോകത്തിലേക്ക് കടന്നു വരും. ആ കടന്നു വരുന്ന ദിവസം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു കർത്താവിന്റെ മടങ്ങി വരവ് അത്രേ.
ആ മടങ്ങി വരവ് ആ ദിവസം കള്ളനെ പോലെ കടന്നു വരും. ആ ദിവസം അധികം നിലവിളിയും കണ്ണുനീരും ഒത്തിരി വേദനയും ഒത്തിരി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ലോകത്തെ എല്ലായിടങ്ങളിലും കാണുവാൻ ഇടയാകും. ആ ദിവസത്തിനായി ദൈവം ദേശത്തെ ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തെ മുഴുവനായി തീക്കും വെണ്ണീറിനുമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അന്ന് ദൈവം ഒരു യോദ്ധാവിനെ പോലെ കടന്നു വരും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പാപത്തിന് പകരം ചെയ്യുവാൻ. ഈ ലോകത്തിൽ ആയിരിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സകല പാപങ്ങൾക്കും പകരം ചെയ്യുവാൻ യേശു കർത്താവ് മടങ്ങി വരുന്ന ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. ആ ദിവസം വരെയും തന്റെ ജനത്തിന്റെ മേൽ ദൈവം കൃപയെ പകർന്നിരിക്കുന്നു. ദൈവജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ രാഷ്ട്രങ്ങളിൽ അനീതി പെരുകി വരുന്നു, രാഷ്ട്രങ്ങളിൽ അക്രമങ്ങൾ പെരുകി വരുന്നു. ദൈവത്തിന്റെ സഭയെ അവിടെ ഇവിടങ്ങളിലായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ചില മീഡിയാസ്, ചില ന്യൂസ് റിപ്പോർട്ടുകൾ ഇപ്രകാരം കേൾക്കുവാനിടയായി, അവിടെ ഇവിടങ്ങളിലായി ദൈവജനത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നികൃഷ്ടമായി ദൈവജനത്തെ കൊന്നു കളയുന്നു. ക്രിസ്ത്യാനികളെ യുവാക്കളെയും യുവതികളെയും അവർ അടിമകളായി വിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിൽ വന്ന ചില വീഡിയോസ് ഉണ്ട്. ക്രിസ്ത്യാനികളായിരിക്കുന്ന പെൺകുട്ടികളെ അവർ പിടിച്ച് അടിമകളായി മറ്റുള്ളവർക്ക് വിൽക്കുന്നു. സെക്സ് സ്ലേവ്സ്, അതായത് വ്യഭിചാരത്തിന് വേണ്ടി വിറ്റുകളയുന്നു. മറ്റൊരു സ്ഥലത്ത് ഈ അടുത്ത സമയത്തായി കേൾക്കുവാനിടയായത്, ആ ദേശത്തിലെ സൈന്യങ്ങൾക്ക് കൊടുക്കുവാൻ സമ്പത്തില്ലാത്ത, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുവാൻ കാശില്ലാത്തത് കൊണ്ട് അവിടുത്തെ സ്ത്രീകളെ അവർക്ക് വ്യഭിചാരം ചെയ്യുവാൻ സൈന്യത്തിന് എടുക്കാമെന്നുള്ള ലൈസൻസ് അല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്നു. ഈ ദേശം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ കാലഘട്ടം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ തലമുറ എവിടേക്കാണ് പോകുന്നത്? എവിടെ നോക്കിയാലും അക്രമവും അനീതിയും അശുദ്ധിയും പാപവും മ്ലേച്ഛതയും വർദ്ധിച്ചു വരുന്നു. അത് ദൈവജനത്തിന്റെ ഇടയിലും ദൈവസഭയിലും കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ കോപം ഇതാ അധിക വേഗതയോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ന്യായവിധി ദിവസം നമ്മോട് ഏറ്റവും അടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകനോട് ദൈവം പറയുക, എന്റെ ജനത്തിന്റെ ഇടയിൽ പാപം കാണുമ്പോഴും ഞാൻ മൗനമായിരിക്കുകയില്ല, പകരമോ അവരെക്കാൾ ദുഷ്ടരായ, അവരെക്കാൾ നികൃഷ്ടരായ ജനമാകുന്ന കൽദേരെ ഉണർത്തി ഞാൻ അവരുടെ ഇടയിലേക്ക് അയക്കും. അത് കേൾക്കുമ്പോൾ പ്രവാചകന് മറ്റൊരു സംശയം. ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അങ്ങയുടെ ജനമാകുന്ന ഇസ്രായേലിനെ നേർവഴിക്ക് നടത്തുവാൻ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെക്കാൾ ദുഷ്ടത ഏറിയ ജനത്തെയത്രേ, അത് എന്തുകൊണ്ട്? അതിന് പകരമായി ദൈവം മറുപടിയായി നൽകുന്നത് മറ്റൊരു കാര്യമാണ്. പ്രവാചകനോട് ദൈവം പറയുക, ഞാൻ എൻ്റെ ജനത്തെ ന്യായവിധിയിലൂടെ കടത്തിവിടുന്നതിന് ഒപ്പം തന്നെ ബാബിലോണിയക്കാരെ അവരുടെ പാപങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ദുഷ്ടന്റെ സ്വാധീനം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മനുഷ്യർ നമ്മെ പീഡിപ്പിക്കുമ്പോൾ, ദൈവം അത് അല്പകാലത്തേക്ക് അനുവദിച്ചു കളഞ്ഞാലും ആ നമ്മെ ശിക്ഷിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മെ പീഡിപ്പിക്കുന്നവരെ ദൈവം ന്യായവിധിയിലൂടെ കടത്തിവിടുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ അത് പറയാം. നമ്മെ അല്പകാലത്തേക്ക് മറ്റുള്ളവർ പീഡിപ്പിക്കുന്നത് ദൈവം അനുവദിക്കും എങ്കിലും നമ്മെ പീഡിപ്പിക്കുന്നവരെയും ദൈവം ഒരു നാളും മൗനമായി ഇരുന്ന് കളയുകയില്ല. അവരെയും ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന ഒരു ഉറപ്പിനെ കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തെ നേർവഴിക്ക് നടത്തുവാൻ ദൈവം എടുക്കുന്ന ഒരു കോലാണ് ബാബിലോണിയക്കാർ അല്ലെങ്കിൽ കൽദേർ എന്ന് പറയുന്നത്. എന്നാൽ ദൈവജനത്തെ ദൈവം ശിക്ഷിച്ച ശേഷം ആ കോലിനെ അശേഷമായി ദൈവം ഒടിച്ചു കളയുന്നു എന്ന് നമുക്ക് കാണാം. ദൈവമക്കൾക്ക് നൽകുന്ന ഉറപ്പാണിത്. ദൈവത്തിന്റെ ജനത്തെ നേർവഴിക്ക് നടത്തുന്നതിനോടൊപ്പം ദൈവജനത്തെ ആരാണ് പീഡിപ്പിക്കുന്നത് അവരെ ദൈവം നശിപ്പിച്ചു കളയും. ദൈവജനത്തെ ശിക്ഷിക്കുന്നത് അവരെ നേർവഴിക്ക് നടത്തുവാൻ. എന്നാൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവനെ അവന് നിത്യമായ നാശം ഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. പ്രവാചകനോട് പറയുക, ഇപ്രകാരം പറയുന്നു, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, അത് താമസിക്കുകയും ഇല്ല.
ഇവിടെ പ്രവാചകൻ പറയുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ അത് അധികം താമസിയാതെ എത്രയും വേഗം സംഭവിക്കും. എന്റെ ന്യായവിധി ഈ ദേശത്തിന്മേൽ എത്രയും വേഗം ഇതാ വരാൻ പോകുന്നു. അതുകൊണ്ട് നീ ചെയ്യേണ്ടത്, ഒരുവന് ഓടി നടന്ന് വായിച്ച് പറയുവാൻ തക്കവണ്ണം. അവിടെ കാണുവാൻ കഴിയുന്നത്, പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ ദേശത്തെ അറിയിക്കുവാൻ തക്കവണ്ണം അത് എഴുതി കൊടുക്കുമായിരുന്നു. അവർ ഓരോ സ്ഥലങ്ങളിലും പോയി നിന്ന് ഉച്ചത്തിൽ വായിച്ചു പറയുമായിരുന്നു, ഇത് രാജാവിന്റെ അറിയിപ്പാണ് എന്ന്. അപ്രകാരം ദേശനിവാസികളെ ഒഴുക്കെയും അറിയിക്കുവാൻ വേണ്ടി പറയുക, അവർക്ക് വായിക്കുവാൻ തക്കവണ്ണം നീ എഴുതുക. കാരണം ഇത് ഞാൻ പറയുന്ന, നിന്നോട് പറയുന്ന ഈ ന്യായവിധിയുടെ വാക്കുകൾ ഇത് എത്രയും വേഗം ഇതാ സംഭവിക്കുവാൻ പോകുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം പ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് പ്രത്യാശയ്ക്കായി ഒരു കാര്യം നൽകാം. ഈ ദേശം മുഴുവനായി എന്റെ ന്യായവിധി കടന്നു വരുമ്പോഴും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നാം വായിച്ചതിന്റെ അടുത്ത വാക്യം, അതായത് 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ് പറയുന്നത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഇത് ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പ്രത്യാശയാ. ഈ ലോകം അതിന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് മനുഷ്യനാണോ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നത്, ഈ ലോകം മുഴുവൻ നശിച്ചു പോയാലും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവൻ അവൻ നിത്യതയോളം ജീവിക്കും. ദൈവത്തിന്റെ ഉറപ്പാണ് ദൈവത്തിന്റെ ജനത്തിന് നൽകുന്നത്. ഹബക്കൂക്കിനോട് പറയുക, ഏത് മനുഷ്യനാണോ എന്നിൽ വിശ്വസിക്കുന്നത് അവൻ വിശ്വാസത്താൽ ജീവിക്കും. അതിനുശേഷം ദൈവം പ്രവാചകനോട് പറയുന്നു, ഞാൻ ശിക്ഷിക്കുവാൻ പോകുന്ന 5 കാര്യങ്ങൾ, അത് ചെയ്യുന്നവന് അയ്യോ കഷ്ടമെന്നാ പറയുന്നത്. 5 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഒന്നാമത്തേത് 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം അത് പ്രകാരം പറയുന്നു, തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും പണയപണ്ടം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. അതായത് സ്വന്തം അല്ലാത്തത് അനീതിയാൽ മറ്റുള്ളവനെ ദ്രോഹിച്ച് മറ്റുള്ളവനും ചൂഷണം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. 2-ാമത്തേത് പറയുന്നത് അതിന്റെ 9-ാമത്തെ വാക്യം, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവയ്ക്കേണ്ടതിന് തൻ്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം. അതായത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ ഇച്ഛകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദ്രോഹം പ്രവർത്തിക്കുന്നവന് അയ്യോ കഷ്ടം. 3-ാമത് പറയുന്നത് അതിന്റെ 12-ാമത്തെ വാക്യം, രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. ഇന്ന് ദേശങ്ങൾ, രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് ജാതികളുടെ പേര് പറഞ്ഞ്, മതങ്ങളുടെ പേര് പറഞ്ഞ് നിഷ്കളങ്കരായ ജനത്തെ കൊന്നൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അങ്ങനെ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുന്നവന്, രക്തം ചൊരിഞ്ഞുകൊണ്ട്, രക്തം ചൊരിയിച്ചുകൊണ്ട് ദേശങ്ങളെ പണിയുന്നവന് അയ്യോ കഷ്ടം. കാരണം ദൈവത്തിന്റെ ന്യായവിധി അവനെ ഒരു നാളിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സഭ ദേശത്ത് അവിടെ ഇവിടെയായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവജനത്തിന് ദൈവം നൽകുന്ന ഉറപ്പ്, അങ്ങനെ പീഡിപ്പിക്കുന്നവന് അയ്യോ കഷ്ടം, രക്തം ചൊരിയിക്കുന്നവന് അയ്യോ കഷ്ടം. അടുത്ത് വീണ്ടും പറയുന്നു അതിന്റെ 15-ാമത്തെ വാക്യം, കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. അതായത് ലൈംഗിക പാപങ്ങളിലും ലഹരി മരുന്നുകളിലും ഇടപെടുന്നവർക്ക്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്കും അത് മറ്റുള്ളവർക്ക് നൽകുന്നവർക്കും അയ്യോ കഷ്ടം. നാം ഇന്ന് ആയിരിക്കുന്ന സമയം ലോകത്തെ എല്ലായിടങ്ങളിലും ലഹരി പദാർത്ഥങ്ങളിലും ലൈംഗിക പാപങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അത്രേ. ദൈവത്തിന്റെ വചനം പറയുന്നു, അത് ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവസാനമായി പറയുന്നത്, മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം. അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവന് അയ്യോ കഷ്ടം. 5 തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അവനെ ദൈവത്തിന്റെ ന്യായവിധി അന്വേഷിച്ച് വരിക തന്നെ ചെയ്യാം. ഒരുപക്ഷെ ദൈവ മക്കളുടെ ജീവിതങ്ങളിൽ ഇതേതെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവം ഒരു നാളും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവന് അയ്യോ കഷ്ടം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുക. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി അത് ഇതാ നിന്റെ മുൻപിൽ നിൽക്കുന്നു. ആ ന്യായവിധി ഏറ്റവും കഷ്ടതയുള്ളത് ആയിരിക്കും. ഈ പ്രവചന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ തന്റെ അവസ്ഥയെക്കുറിച്ച് പറയുക. 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു.
അവൻ ജനത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എൻ്റെ അസ്ഥികൾക്ക് ഒരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. കാരണം ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത് ന്യായവിധിയുടെ കാഠിന്യമാണ്. ആ ന്യായവിധി എത്രത്തോളം ദോഷകരമായി, എത്രത്തോളം കഠിനമായി ദേശത്തിലേക്ക് സമീപിക്കും എന്ന് പ്രവാചകൻ കണ്ടപ്പോൾ പറയുക, ഞാൻ നിന്ന നിലയിൽ ഒരുങ്ങിപ്പോയി, എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി. കാരണം അത്ര കാഠിന്യമുള്ള ഒരു സമയം ഇതാ നമുക്ക് മുൻപിലായി നിൽക്കുന്നു. പ്രവാചകനോട് ദൈവം പറയുന്നു, ഈ പ്രവചന ശബ്ദം എത്രയും വേഗം നിറവേറുക തന്നെ ചെയ്യാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകന് മനസ്സിലായി, ഇനി മുൻപിലുള്ള സമയം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയം, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത സമയം. ആ പ്രത്യാശയ്ക്ക് വകയില്ലാതിരിക്കുമ്പോഴും പ്രവാചകൻ ദൈവത്തിലുള്ള വിശ്വാസത്തെ വിളിച്ചു പറയുന്നത്. അവൻ പറയുന്നു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ രക്തം നിഷ്മലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഒരു യഹൂദന്റെ അടിസ്ഥാന ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങളാണ്. അത്തിവൃക്ഷം, മുന്തിരിവള്ളി, നിലത്തെ ഫലം, അതുപോലെ കന്നുകാലികൾ, ആടുമാടുകൾ ഒക്കെയും ഒരു സാധാരണ മനുഷ്യന്റെ, സാധാരണ യഹൂദന്റെ ജീവിതത്തിൽ അവന്റെ ഉപജീവന മാർഗങ്ങളാണ്. അതിന്റെ അർത്ഥം ഇതാണ്, അതുവരെയും നശിച്ചു പോകുന്ന തരത്തിൽ ദേശത്ത് പട്ടിണിയും ക്ഷാമവും അനർത്ഥവും ദാരിദ്ര്യവും വേദനയും ദുഃഖവും കടന്നു വരുവാൻ പോകുന്നു. അത് വരുമ്പോഴും പ്രവാചകൻ പറയുന്നു, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്താ അത് അർത്ഥമാക്കുന്നത്? യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അതായത് ഈ ലോകം മുഴുവൻ നശിച്ചു പോയാലും എനിക്ക് ഒന്നറിയുക, എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കാരണം അവൻ എൻ്റെ ബലമാകുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന്, ഈ പ്രവാചകനോട് ചേർന്ന് പറയുവാൻ കഴിയും, എൻ്റെ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു. അവിടെ പറയുന്നു ഉന്നതികളിന്മേൽ, അല്ലെങ്കിൽ ഉന്നതഗിരികളിന്മേൽ. ഉന്നതഗിരികൾ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രേ. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ പ്രവാചകന് ദൈവത്തിലുള്ള ആശ്രയത്തെ കാണിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നു. കാരണം ആ ന്യായവിധിയുടെ നാളിൽ ഒന്നേ ഉള്ള പ്രത്യാശയ്ക്ക് വകയായി അത് വിശ്വാസം മാത്രം, ദൈവത്തിലുള്ള വിശ്വാസം മാത്രം. പ്രവാചകനോട് ദൈവം പറയുക, ഇതൊക്കെയും സംഭവിക്കുമ്പോഴും പ്രവാചക നീ മനസ്സിലാക്കണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് മനസ്സിലാക്കി പ്രവാചകൻ ദൈവത്തോട് മടക്കി പറയുക, ദൈവമേ, ആ അനർത്ഥ ദിവസത്തിൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കാം. ഓരോ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ആനന്ദിക്കുവാൻ ആ ന്യായവിധിയുടെ നാളിൽ, ആ കഷ്ടതയുടെ ദിവസത്തിൽ നമുക്ക് ആനന്ദിക്കുവാൻ ഒന്ന് മാത്രം, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകനാകുന്ന ക്രിസ്തുയേശുവിലത്രേ നമുക്ക് ആനന്ദിക്കുവാനുള്ളത്. എന്റെ പ്രവാചകനോട് ദൈവം പറയുന്നത്, ഇത് എത്രയും വേഗത്തിൽ എൻ്റെ ജനത്തിലേക്ക് എത്തിക്കുക. മടങ്ങി വരുന്നവർ മടങ്ങി വരട്ടെ, കാരണം എൻ്റെ ന്യായവിധി നാൾ ഇതാ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ജനത്തോട് വിളിച്ചു പറയും, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ജനത്തോട് വിളിച്ചു പറയുന്നത്, ആ ന്യായവിധി നാൾ ഇതാ എത്രയും അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പാപത്തെ വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ കോപത്തിന് കാരണമാകുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഭ പീഡയിലൂടെ കടന്നു പോവുകയാണോ? മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുകയാണോ? എങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉപേക്ഷിച്ച് കളയല്ലേ. ക്രിസ്തുവേശുള്ള വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുകയാണോ? എങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തള്ളിക്കളയരുതേ. കാരണം ദൈവത്തിന്റെ ന്യായവിധി നാൾ ഇതാ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അന്ന് വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്നവന് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഹബക്കൂക്ക് പറഞ്ഞതുപോലെ, എന്ത് തന്നെ നശിച്ചു പോയാൽ എനിക്ക് ഒന്നിനും പ്രത്യാശയ്ക്ക് വകയില്ല എങ്കിലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. എന്നോടൊപ്പം ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അപ്പാ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ അങ്ങയുടെ ന്യായവിധി അങ്ങ് അയക്കുന്നതിനോടൊപ്പം
അങ്ങയുടെ സന്നിധിയിൽ വിശ്വസിക്കുന്നവരെ അങ്ങ് സഹായിക്കുന്ന ദൈവം അത്രേ. ഒരു നാളും നാം ലജ്ജിതരായി തീരുവാൻ അങ്ങ് അനുവദിക്കുന്നില്ല എന്ന് അങ്ങയുടെ വചനം പറയുന്നു. അപ്പ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടായിരിക്കാം, ഒരുപക്ഷെ മറ്റ് വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം, മാനുഷികമല്ലാത്ത പീഡകളായിരിക്കാം, ഒരുപക്ഷെ അവരുടെ ജീവിതങ്ങളിൽ രോഗത്താലായിരിക്കാം, കടഭാരത്താലായിരിക്കാം, മറ്റേതെങ്കിലും വിഷയത്താലായിരിക്കാം അവർ വേദനപ്പെടുന്നു എങ്കിൽ അവരുടെ ഹൃദയങ്ങൾക്ക് അങ്ങ് ബലം നൽകണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. അപ്പൊ അങ്ങയുടെ വചനം പറയുന്നു, വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീനെന്ന. അപ്പൊ ആ ന്യായവിധിക്ക് കാരണമാകുന്ന ഏതെങ്കിലും കാരണങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഉണ്ട് എങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവയൊക്കെയും ഉപേക്ഷിച്ച് അങ്ങയുടെ പുത്രനാം ക്രിസ്തുവേശുവിലുള്ള രക്ഷയെ കരസ്ഥമാക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ. ഇനിയും അങ്ങ് മാറാത്ത ദൈവമായി ക്രിസ്തുവേശുവിന്റെ മടങ്ങി വരുവരെയും ഈ ലോകത്തിൽ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കും. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല മാനമോത്തും പുകഴ്ചയും അടുക്കപ്പെട്ട് കുഞ്ഞാടിന് അർപ്പിക്കുമ്പോൾ കൃപയോട് കേൾക്കും നല്ല പിതാവേ. ആമേൻ, ആമേൻ. വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ഒരു നാളും വീണു പോകാതെ മുൻപിലേക്ക് പോകുക. നാം ഒരു നാളും ലജ്ജിതരായി തീരുവാൻ അനുവദിക്കുകയില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അവൻ നമ്മെ നാൾതോറും വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ മേൽവിലാസം ബെഥേൽ മിഷൻസ്, PB നമ്പർ 1, കാഞ്ഞിരംകുളം PO, ട്രിവാൻഡ്രം 695524. ഇമെയിൽ അഡ്രസ് bethelmissionsprayer@gmail.com. മൊബൈൽ നമ്പേഴ്സ് 7034655559, 7034755559. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6 വരെയും കാഞ്ഞിരംകുളം ചാണിക്ക് സമീപമുള്ള ഹാളിൽ വെച്ചും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ കഴക്കൂട്ടം SNDP ഹാളിൽ വെച്ചും നടക്കും.